നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, ഇന്ന് എന്തുമാത്രം നല്ല കാര്യങ്ങൾ, നല്ല കർമ്മങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ അതിൻ്റെയൊക്കെ 10,000 ഇരട്ടി ഫലമാണ് ലഭിക്കുക. അക്ഷയ തൃതീയയാണെന്ന് പറഞ്ഞല്ലോ, ഒരിക്കലും ക്ഷയിക്കാത്തതെന്നാണ് അർത്ഥം തന്നെ വരുന്നത്. അപ്പോൾ എന്ത് ചെയ്താലും അതിൻ്റെ ഫലം ക്ഷയിക്കില്ല. അപ്പോൾ വൈശാഖം ആരംഭിച്ചിരിക്കുകയാണ്. വൈശാഖത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് ഈ അക്ഷയ തൃതീയ. രാമജയന്തി, പരശുരാമ ജയന്തി, അങ്ങനെയുള്ള വിശേഷങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. സാധാരണ ഒരു വൈശാഖത്തിലെ ദിവസത്തിലെ ഒരു നാമം ചൊല്ലിക്കഴിഞ്ഞാൽ 10 മടങ്ങാണ് ഫലം ലഭിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അക്ഷയ തൃതീയ ദിനത്തിലാണെങ്കിൽ 10,000 മടങ്ങാണ് അതിൻ്റെ ഫലം ലഭിക്കുക. അപ്പോൾ ഒരു പുണ്യപ്രവൃത്തി നമ്മൾ സാധാരണ വൈശാഖ മാസത്തിൽ ഒരു ദിവസം ചെയ്തു, അതിൻ്റെ 10,000 ഇരട്ടിയാണ് അതേ പുണ്യപ്രവൃത്തി അക്ഷയ തൃതീയ ദിവസം ചെയ്തു കഴിഞ്ഞാൽ ഫലം ലഭിക്കുന്നത്. അത്രയേറെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ പുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സൽക്കർമ്മങ്ങളും എത്രത്തോളം നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ. ചിലപ്പോൾ ഒരു കുഞ്ഞു സഹായമായിരിക്കാം, അതുപോലും ഭഗവാൻ അവിടെ നോട്ട് ചെയ്ത് വെക്കുന്നതാണ് പറയണത്. അതിൻ്റെയൊക്കെ ഫലം നമുക്ക് വേണ്ടുവോളം ധാരാളമായിട്ട് ലഭിക്കുന്നതാണ് പറയണത്. ഇപ്പോൾ വീട്ടിലെ ഒരാൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ ആ കുടുംബത്തിലുള്ളവർക്ക് എല്ലാവർക്കും ഫലം ലഭിക്കും എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ഒരു അനുഗ്രഹം നൽകുന്നുള്ളത്. അപ്പോൾ അതേമാതിരി തന്നെ എന്തെങ്കിലുമൊക്കെ സൽക്കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക, ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുക, നാമം ചൊല്ലുക ഭഗവാനെ. ഒരു നാമം സാധാരണ ഒരു ദിവസം ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു നാമം ചൊല്ലിയ ഫലം ലഭിക്കും. വൈശാഖ മാസത്തിലാണെങ്കിൽ 10 നാമം ചൊല്ലിയ ഫലം ലഭിക്കും. അക്ഷയ തൃതീയയ്ക്കാണെങ്കിൽ ഒരു നാമേ ചൊല്ലുണ്ടു, 10,000 ഇരട്ടിയാണ് അതിൻ്റെ ഫലം ലഭിക്കുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം ധാരാളമായിട്ട് ലഭിക്കാനായിട്ട് എല്ലാവരും നന്നായിട്ട് ഇന്നത്തെ ദിവസം നാമം ചൊല്ലിക്കോളൂ കേട്ടോ. അതോടൊപ്പം ബലരാമ ജയന്തിയും കൂടെയാണെന്ന് പറഞ്ഞുള്ളൂ. ഭഗവാന്റെ പ്രിയപ്പെട്ട കളിക്കൂട്ടുകാരനായിട്ടുള്ള എല്ലാത്തിനും കൂടെ നിൽക്കുന്ന, നല്ല കട്ടയ്ക്ക് കൂടെ നിൽക്കുന്ന ഏട്ടൻ്റെ പിറന്നാളാണ്. അപ്പോൾ ഏട്ടൻ്റെയും കൂടെ അനുഗ്രഹം നമുക്കുണ്ടാകട്ടെ. പിന്നെ പരശുരാമ ജയന്തിയാണ്. എല്ലാം ഭഗവാന്റെ അവതാരങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും അവരുടെ എല്ലാം അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആദ്യം തന്നെ നല്ലൊരു ദിവസം തന്നെ ആശംസിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ധാരാളമായിട്ടുണ്ടാകട്ടെ. വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ മറുപടികളും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്നലെ നമ്മുടെ വീഡിയോയ്ക്ക് ചുവടെയായിട്ട് വന്നിട്ടുള്ള വൈശാഖ മാസവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. അതല്ലാത്തതുകൊണ്ട് അപ്പോൾ അതിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് അലങ്കാരങ്ങൾ പറയാം. ഇന്നലത്തെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഭഗവാൻ ഇന്നലെ ഒരു കുഞ്ഞുണ്ണിയായിട്ടാണ് കേട്ടോ ചാർത്തിയിരിക്കുന്നത്. നമ്മുടെ ആലിലേ കിടക്കുന്ന കണ്ണനുണ്ടല്ലോ, ആലിലേ ഇല്ല, പക്ഷെ അത്രയ്ക്ക് പ്രായമുള്ളൂ ഭഗവാൻ. വിരൽ കുടിക്കുക കിടന്നിട്ട് ഇടത്തെ കാലിങ്ങനെ തൂക്കിയിട്ടിട്ട് വലത്തെ കാല് ആ 2 കുഞ്ഞി കൈകൾ കൊണ്ടും വായിലേക്ക് കൊണ്ടുപോയിരിക്കുക, എന്നിട്ട് വിരൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഭഗവാൻ. ചെറിയൊരു ഉണ്ണിയാണ്, അങ്ങനെ അധികം വണ്ണമൊന്നും ഇല്ലാത്ത, നല്ല തടിച്ചുരുണ്ടിട്ടൊക്കെ ഉണ്ണികളെ തന്നെ ചാർത്താറുണ്ട് കേട്ടോ ഇതേ അലങ്കാരത്തിൽ. പക്ഷെ ഇന്നലത്തെ ഉണ്ണിക്ക് അത്ര വണ്ണമൊന്നുമില്ല. ചെറിയ ഇപ്പോൾ നവജാത ശിശുക്കളുണ്ടാവില്ലേ, ഇപ്പോൾ ജനിച്ചു വീണ കുട്ടികൾ, അങ്ങനത്തെ ഒരു രൂപമായിട്ടാണ് എനിക്ക് തോന്നിയത്. നന്നേ ചെറിയ ഉണ്ണിയാണ്, പക്ഷെ കാൽവിരൽ കുടിക്കുന്ന ഒരു പ്രായമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അത് നമ്മുടെ ഭഗവാനല്ലേ, മായാജാലക്കാരനല്ലേ, അപ്പോൾ എന്തും സംഭവിക്കാലോ. അങ്ങനെ വിരലുണ്ണുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ഇന്നലെ അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നോക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞുണ്ണി, നല്ല കൗതുകം തോന്നും കേട്ടോ. കാണാനായിട്ട് എല്ലാവർക്കും ഒരു ഇഷ്ടമൊക്കെ തോന്നും. പിന്നെ 2 തിരുമുടി മാലകളുണ്ട്. ഒരെണ്ണം ചുവപ്പും പച്ചയാണ്, അതായത് തെച്ചിയുണ്ട്, പിന്നെ തുളസിയുണ്ട്. പിന്നെ ഒരെണ്ണം തെച്ചിയും നന്ദ്യാർവട്ടവും കൂടെ കൂടിയിട്ടാണ്. പിന്നെ ഒരു ഉണ്ടമാലയുടെ ഭാഗമാണ് കേട്ടോ കാണാനുള്ളത്. തെച്ചിയും തുളസിയായിട്ട്, കുറച്ചധികം തുളസിയായിട്ട് ഒരു ഭാഗം കൂടെ കാണുന്നുണ്ടായിരുന്നു. 2 തടിച്ചുരുണ്ടിട്ടുള്ള ഒരു ഉണ്ടമാലയുണ്ട് ഭഗവാൻ. അത് ഒരെണ്ണം ഭഗവാന്റെ ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിൽ തെച്ചിയുണ്ട്, തുളസിയുണ്ട്, താമരയുണ്ട്. താമര വളരെ കുറച്ചുള്ളൂ കേട്ടോ. പിന്നെ ഒരെണ്ണം തെച്ചിയും തുളസിയും കൂടിയിട്ടാണ് കോർത്തിരിക്കുന്നത്. ഇത് നടുക്കാണ് ഭഗവാൻ കിടന്നിട്ട് വിരൽ കുടിക്കുന്നുണ്ടായിരുന്നേ. കിരീടമൊക്കെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. നെറ്റിയിൽ ഗോപി തിലകമൊക്കെ ഉണ്ട്, കാതുപൂക്കളുണ്ട്. 2 തോളുകളിലും കുഞ്ഞു ഗോപി തിലകങ്ങൾ വേറെയും വെച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞു കൈകൾ, കുഞ്ഞു കാലുകൾ, കുഞ്ഞു ദേഹം, അങ്ങനെയൊക്കെ ആയിട്ടാണ് ചാർത്തിയിരിക്കുന്നത്. പിന്നെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. അരയിലെ കിങ്ങിണി, പട്ടുകോണൊന്നും ഇന്നലെ കണ്ടില്ല. കാലിങ്ങനെ വിരലിങ്ങനെ ഇങ്ങനെ വായിക്കടുത്ത് കൊണ്ടുപോയിട്ട് കുടിച്ചുകൊണ്ടിരിക്കുക ഭഗവാൻ. അപ്പോൾ ഭഗവാൻ നല്ല സന്തോഷത്തിലാണ്. ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കും നല്ല സന്തോഷമാണ് ലഭിക്കുക. അപ്പോൾ ഭഗവാൻ തന്നെ പറയണത് ഭഗവാന്റെ പാദങ്ങൾക്കാണ് ഏറ്റവും മാധുര്യം
ഏറ്റവും മധുരമുള്ള ഭാഗം ഭഗവാന്റെ പാദങ്ങളാണെന്നാണ് പറയണത്. അതിന് വേണ്ടിയിട്ടാണ്, അത് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കേണ്ടത്. ഭഗവാന്റെ പാദങ്ങളെയാണ് നമ്മളെല്ലാവരും നമസ്കരിക്കേണ്ടത്. അവിടേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പ്രയത്നിക്കേണ്ടത്, നാമമൊക്കെ ചൊല്ലിയിട്ട്. അങ്ങനെ പദഭജനം ശ്രേയ എന്ന് പറയുന്നത് ആ പാദങ്ങളെ ഭജിക്കൂ, പാദങ്ങളെ ഭജിക്കൂ എന്നാണ് ഭട്ടതിരിപ്പാടും പറയുന്നത്. അപ്പോൾ ആ പാദങ്ങളെ ഭജിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് തന്നെയാണ് പറയാനായിട്ടുള്ളത് കേട്ടോ. വൈശാഖമൊക്കെയാണ്, വളരെ വിശേഷപ്പെട്ട ദിവസങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും വളരെ വിശേഷപ്പെട്ട ദിവസമാണ്. അപ്പോൾ എല്ലാവർക്കും നന്നായി തന്നെ നാമം ജപിക്കാനായിട്ട് സാധിക്കട്ടെ. ഭഗവാന്റെ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് എല്ലാവരും ആ പാദങ്ങളിലൊന്ന് നമസ്കരിച്ചോളൂ കേട്ടോ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ വിരലുണ്ണുന്ന ഉണ്ണിക്കണ്ണനെ തൊഴുത് നമസ്കരിച്ച് നേരെ ഗണപതിയെ കാണാനായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. നല്ല പീച്ച് നിറത്തിലുള്ള ഉടയാടയാണ് ഗണപതിക്ക് ഉണ്ടായിരുന്നത്. നല്ല പട്ടാണ് കേട്ടോ. പിന്നെ ഒരു ഉത്തരീയമൊക്കെ ഉണ്ട്, കസവിൻ്റെ, അതായത് വെളുത്ത കസവും കൊണ്ടാണ് ഉത്തരീയമായിട്ട് അണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വലിയൊരു സ്വരൂപമൊക്കെ ആയിട്ടാണ് തോന്നുക. പിന്നെ കഴുത്തിൽ സ്വർണ്ണ നിറത്തിലൊരു മാല ഇട്ടിട്ടുണ്ട് കേട്ടോ. കഴുത്തിൽ തന്നെ 2 വശങ്ങളിലായിട്ട് ഗോപീതിലകങ്ങളുണ്ട്, തോൾകളിലുണ്ട്. പിന്നെ കാതുപൂക്കൾക്ക് പകരമായിട്ട് കമ്മലുകൾ തന്നെയാണ് കേട്ടോ. ഒരു ചുവന്ന മഴത്തുള്ളി പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സ്വർണ്ണ നിറത്തിലുള്ളൊരു കമ്മലുണ്ട്. പിന്നെ തുമ്പിയുടെ മുകളിൽ ഒരു സ്വർണ്ണപ്പൊട്ട്, പിന്നെ ഒരു ചുവന്ന പൊട്ട്, പിന്നെ ഒരു സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ട്. പിന്നെ ഗണപതിക്ക് കിരീടമാണ് കേട്ടോ. അത് ഒരു ചുവന്ന കല്ല് പറിച്ചിട്ടുള്ള ഒരു സ്വർണ്ണ നിറത്തിലെ കിരീടമുണ്ട് ഗണപതിക്ക്. അതാണ് ശിരസിൽ അണിഞ്ഞിരിക്കുന്നത്. അങ്ങനെയായിരുന്നു ഗണപതിയുടെ ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഗണപതിയുടെ ആ രൂപവും ആ ഭാവവും ഒക്കെ നന്നായി ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതോളൂ കേട്ടോ. എല്ലാവരും ഗണപതിക്ക് മുന്നിലൊന്ന് ഏത്തമിട്ടോളൂ. ഇനി നമുക്ക് ഭഗവതിയെ തൊഴാനായിട്ട് പോകുക കേട്ടോ. നല്ല സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നത്. ചുവന്ന നിറത്തിലാണ് പട്ടുടയാടാം. അതിൽ നല്ല കസവിൻ്റെ തിളക്കങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് വലിയ രീതിയിലാണ്. പിന്നെ ഉത്തരിയുണ്ട്, അതൊരു ചുവന്ന പട്ടാണ്. അതിൻ്റെ അരികിലെ, അതായത് ആ ഏറ്റവും അറ്റത്ത് പച്ച നിറത്തിലുള്ള ബോർഡറൊക്കെ ഉണ്ട് കേട്ടോ കസവിൻ്റെ. അങ്ങനെയായിരുന്നു ഒത്തിരി ഉണ്ടായിരുന്നത്. പിന്നെ അരയിൽ ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് നല്ല ഭംഗിയുള്ളൊരു മാലയാണ്. പിന്നെ കഴുത്തിൽ 2 മാലകളുണ്ട്. സ്വർണ്ണ നിറത്തിലുള്ള ഒരു മാല, പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു ചുവന്ന പട്ടിൻ്റെ ഒരു മാല, പിന്നെ വേറെ ഒരു സ്വർണ്ണ നിറത്തിലെ മാല, പിന്നെ ഒരു വെള്ള നൂല് കൊണ്ടുള്ള മാലയും ഒരു സ്വർണ്ണപ്പൂവിൻ്റെ ലോക്കറ്റൊക്കെ ആയിട്ട്. അപ്പോൾ കഴുത്ത് ഇങ്ങനെ നന്നായിട്ട് നിറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. നന്നായി ആഭരണങ്ങളൊക്കെ അണിഞ്ഞ പോലെ തന്നെ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ കാതുകളിലൊക്കെ സ്വർണ്ണപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. ചുണ്ടൊക്കെ ചൂപ്പിച്ചിട്ടാണോ നല്ല ഭംഗിയിൽ ഭഗവതിനെ ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിലും സ്വർണ്ണപ്പൊട്ടൊക്കെ വെച്ചിട്ട്. പിന്നെ കിരീടമാണ്. കിരീടത്തിൻ്റെ അവിടെയും ഒരു മാല പോലെ വെച്ചിട്ടൊരു അലങ്കാരം. പിന്നെ ഒരു ചെറിയ, നമ്മൾ ചന്ദ്രനെ സൂര്യനൊക്കെ വെക്കില്ലേ ഡാൻസ് ഒക്കെ കളിക്കുന്ന സമയത്ത്, അങ്ങനെ ഒരു ചന്ദ്രനെ വെച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഒരു കുഞ്ഞും കിരീടം അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ അതായിരുന്നു ഭഗവതി അമ്മയുടെ ഇന്നലത്തെ അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവതിയുടെ ആ രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഭഗവതി അമ്മയ്ക്ക് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് അയ്യപ്പനെ കാണാനായിട്ട് പോകാം കേട്ടോ. അയ്യപ്പന് നല്ല സുന്ദരനായിട്ടാണ് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത്. മഞ്ഞ നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. പിന്നെ 2 മാലകൾ ഇട്ടിട്ടുണ്ട്. അതിന് നടുക്കായിട്ട് ഒരു ചുവന്ന പട്ടുകൊണ്ടുള്ള ഒരു മാലയും കൂടെ ഉണ്ട്. പിന്നെ പൊട്ടുകൾ പോലെയുള്ള, അതായത് ചെറിയ അറ്റത്ത് മാത്രമേ സ്വർണ്ണപ്പൂവിൻ്റെ പോലെയുള്ള ഒരു എതളുള്ളൂ. നടുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അത് പൊട്ടായിട്ടാണ് തോന്നുക, സ്വർണ്ണപ്പൊട്ടായിട്ടാണ് തോന്നുക. അങ്ങനെയാണ് കേട്ടോ. കാതിൽ ചുണ്ടൊക്കെ ചുവപ്പിച്ചിട്ട് അത്ര ഭംഗിയുള്ള ഒരു മുഖച്ചാർത്താണ്. നല്ല ഭംഗിയുണ്ട് അയ്യപ്പൻ്റെ മുഖമൊക്കെ നല്ല ചാർത്ത് ചെയ്ത് കാണാനായിട്ട്. ചുവന്ന നിറത്തിലൊരു പൊട്ടുണ്ട്, പിന്നെ ഒരു സ്വർണ്ണപ്പൊട്ട് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ നല്ല ഭംഗിയുള്ള അയ്യപ്പൻ്റെ ഒരു കിരീടം. അങ്ങനെയായിരുന്നു ഇന്നലത്തെ അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും അയ്യപ്പൻ്റെ ആ ഒരു രൂപവും ഭാവമൊക്കെ നന്നായി മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. ശ്രീലത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്മ ചോദിച്ച ഒരു ചോദ്യമാണ്. ചോദ്യമായിട്ടല്ല ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ വൈശാഖമൊക്കെ തുടങ്ങിയിരിക്കുകയാണല്ലോ. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ വീണിട്ട് ഷോൾഡറിന് പരിക്ക് പറ്റി. 3 മാസമായി. അപ്പോൾ എല്ലാ ദിവസവും കുളിക്കാനൊന്നും പറ്റില്ല. കഴിഞ്ഞ വർഷമൊക്കെ വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നാമം ചൊല്ലിയാൽ മാത്രം മതിയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നാമം ചൊല്ലിയാൽ മാത്രം മതിയാകും. നമ്മളെ കൊണ്ട് എന്താണോ ചെയ്യാനായിട്ട് സാധിക്കുക അതേ ചെയ്യണ്ടോ. ഇപ്പോൾ ഓരോരോ ചിട്ടകളായിട്ട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്നത് എല്ലാം കൊണ്ടും നമുക്കത് ചെയ്യാൻ സാധിക്കുന്നവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ വ്യത്യാസമാണ്, ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ വ്യത്യാസമാണ്. ഇപ്പോൾ ഏകാദശി നോൽക്കുന്ന സമയത്തും അത് ചെയ്യേണ്ട രീതികൾ പറയുമ്പോൾ പറയാറുണ്ട്, ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് വേണം ഏകാദശി വ്രതം, ഏത് വ്രതമാണെങ്കിലും നോൽക്കാനായിട്ടെന്ന്. അതേപോലെ തന്നെയുള്ളൂ വൈശാഖ മാസമാണെങ്കിലും നമ്മളെ കൊണ്ട് അത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണോ നമുക്ക് സാധിക്കുക അതേപോലെ ചെയ്യാം. ഭഗവാനെ സ്മരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അത് എല്ലാ ദിവസവും എല്ലായ്പ്പോഴും ചെയ്യണം. വൈശാഖ മാസത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അതിന് പുണ്യം കൂടുതലാണ്.
അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് ചെയ്യണം എന്ന് പറയണത്. കഴിഞ്ഞ വർഷങ്ങളിലോ അതിന് മുൻപുള്ള ദിവസങ്ങളിലോ മാസങ്ങളിലോ ഒന്നും ചെയ്യാത്തവരാണെങ്കിലും ഈ വൈശാഖത്തിൽ ചെയ്തു കഴിഞ്ഞാൽ, അതിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞത്, വൈശാഖ മാസം ആചരിച്ചു കഴിഞ്ഞാലേ ഒരു വർഷം വിഷ്ണു പൂജ ചെയ്തതിൻ്റെ ഫലമാണ് ലഭിക്കുകയാണ്. അതുകൊണ്ടൊക്കെയാണ് അത്രയേറെ പ്രാധാന്യം വന്നത്, നിർബന്ധമായിട്ടും ചെയ്യൂ എന്ന് പറയുന്നത്. പക്ഷെ പറ്റാത്തവരുണ്ടായിരിക്കും, ഇപ്പം ആരോഗ്യസ്ഥിതി കൊണ്ട് പറ്റാത്തവരുണ്ടായിരിക്കും. ശ്രീലത അമ്മയ്ക്ക് അങ്ങനെയാണ് സംഭവിച്ചത്. പിന്നെ ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പറ്റാത്തവരുണ്ടായിരിക്കും. ഇപ്പം എല്ലാ ദിവസവും ക്ഷേത്രത്തിലൊന്നും പോകാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. ജോലിക്ക് പോകുന്നവരുണ്ടായിരിക്കും. കാരണം ജോലി ചെയ്താലാണ് നമുക്ക് അതിൽ നിന്ന് വരുമാനം ലഭിക്കുള്ളൂ, നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുള്ളൂ. അപ്പം അതും പ്രധാനപ്പെട്ടതാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് നിർബന്ധമായിട്ട് ഇത് ചെയ്യൂ എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ നാരായണനാമം ചൊല്ലാനായിട്ട് എല്ലാവർക്കും സാധിക്കും. അത് ചൊല്ലാം, നമ്മളെ കൊണ്ട് എന്താണോ പറ്റുന്നത് അത് ചെയ്യുക, അത്രയേ ഉള്ളൂ. അത് ഭഗവാനിലെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യാം. അപ്പം അയ്യോ അത് ചെയ്തില്ലല്ലോ ഇത് ചെയ്തില്ലല്ലോ എന്നൊന്നും ഭഗവാൻ ചോദിക്കില്ല. ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഇപ്പം കണ്ടു കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട് കേട്ടോ. അയ്യോ എനിക്ക് ഭയങ്കര ക്ഷീണം, ഞാൻ ഏകാദശിയൊക്കെ നോറ്റിട്ട് തളർന്നിട്ടിരിക്കുക, അല്ലെങ്കിൽ ഞാൻ വൈശാഖൊക്കെ നോറ്റിട്ടുണ്ട് കേട്ടോ, കുറച്ച് അങ്ങനെ നോൽക്കണമെന്ന് കുറേ നാളായി ആഗ്രഹം, ഇനി 30 ദിവസം അങ്ങനെയുള്ള വ്രതമാണ്, അപ്പം അങ്ങനെയൊന്നും ചെയ്യില്ല ഇങ്ങനെയൊന്നും ചെയ്യില്ല, ഇത് മാത്രമേ ചെയ്യുള്ളൂ, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അത് മറ്റുള്ളവരുടെ അടുത്ത് അത് ഞാൻ വൈശാഖം നോറ്റിട്ടുണ്ട് എന്ന് പറയുകയാണ്, അത് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു രീതിയിൽ പറയുക. പക്ഷെ അതല്ലാത്തവരും ഉണ്ട് കേട്ടോ. അത് ഈ വൈശാഖം നോൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഇപ്രാവശ്യം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അത് നോൽക്കാനായിട്ട് സാധിച്ചു, ഈ ഒരു മുഴുവനായിട്ട് അത് നോൽക്കണം എന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, അങ്ങനെ പറയുന്നവരുണ്ട്. ഇപ്പൊ രണ്ടും തമ്മിലുള്ള ആ ഒരു ഭാവം വ്യത്യാസമാണ്. രണ്ടാമത്തേതിലാണ് സമർപ്പണ ഭാവം കൂടുതലായിട്ടുള്ളത്. എന്ന് വെച്ചിട്ട് ആദ്യത്തെ ആളെ ഭഗവാൻ കാണില്ല എന്നല്ല കേട്ടോ. ഭഗവാനെ ആര് വിളിച്ചാലും, ഏത് ഭാവത്തോടു കൂടി വിളിച്ചു കഴിഞ്ഞാലും, എന്ത് മനസ്സിൽ വെച്ചിട്ട് വിളിച്ചു കഴിഞ്ഞാലും, അത് വൈരഭാവത്തിൽ ഭജിച്ചു കഴിഞ്ഞാലും ഭഗവാൻ അത് കേൾക്കും. അങ്ങനെയാണല്ലോ നമ്മൾ ശിശുപാലന്റെ കാര്യമൊക്കെ പറഞ്ഞത്. അപ്പൊ ഭഗവാൻ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാലും ഭഗവാൻ കേൾക്കും. എന്നാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് താനും. അപ്പൊ നമ്മളെ കൊണ്ട് ആകുന്ന രീതിയിൽ ഭഗവാനെ സേവിക്കാം. ഇപ്പൊ നാമൊക്കെ ചൊല്ലണം എന്ന് പറയണത് എന്തുകൊണ്ടാ? നമ്മുടെ പാപങ്ങളെല്ലാം നീങ്ങിയിട്ട് ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ കലികാലത്തിൽ നാമം ചൊല്ലുന്നതിന് ഇത്രയേറെ പ്രാധാന്യം വന്നത്. അപ്പം എല്ലാവരും പാപം ചെയ്തിട്ടുണ്ട്, എല്ലാവരും ചെയ്തിട്ടുണ്ട്, ഈ ജന്മത്തിൽ ചെയ്തവരുണ്ടായിരിക്കും. അപ്പോൾ അത് പറയുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കേൾക്കുന്ന സമയത്ത്. ഞാൻ പറയണത് ഈ ജന്മത്തിൽ ചെയ്തു എന്നല്ല, കഴിഞ്ഞ ജന്മത്തിൽ പാപങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിരിക്കാം ഈ ജന്മത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങൾ ദുരിതങ്ങളൊക്കെ വരിക. ഇപ്പം ശ്രീലതമ്മയുടെ കാര്യം എന്ന് പറഞ്ഞാൽ കൈ ഒടിഞ്ഞപ്പോൾ ചിലപ്പോൾ ആ പാപഭാരങ്ങൾ അങ്ങനെ നീങ്ങിയിട്ടുണ്ടായിരിക്കും. അപ്പം അതിന് ബാക്കിയുള്ളതേ ചെയ്യുള്ളൂ അപ്പം അതിന് നന്നായിട്ട് നാമം ചൊല്ലാം. അപ്പം അല്ലാത്തവരെ പിന്നെയും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കും. അപ്പം അതിൻ്റെ കാഠിന്യമൊക്കെ കുറയാൻ വേണ്ടിയിട്ടാണ് നാമം ചൊല്ലൂ എന്ന് പറയണത്. ഇപ്പോൾ ഈ ജന്മത്തിൽ തന്നെ ഭഗവാനെ സേവിച്ചുകൊണ്ട് ഭഗവാന്റെ കാര്യങ്ങളിൽ മാത്രം ഒഴുകിക്കൊണ്ട് ജീവിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെയുള്ളവരുണ്ട്. പക്ഷെ അവർക്കും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ വരുന്നില്ലേ? അതൊക്കെ അവരുടെ മുജ്ജന്മ പാപങ്ങളുടെ ഫലമായിട്ട് അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ അത് ചെയ്യാത്തവരായിട്ട് ആരുമില്ല. അതൊക്കെ നീങ്ങാൻ വേണ്ടിയിട്ടാണ് നാമം ജപിക്കും എന്ന് പറയണത്. ഇപ്പോൾ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളായിട്ട് പറഞ്ഞു. എന്തായാലും ശ്രീലതമ്മയുടെ കാര്യത്തിലേക്ക് വരാം. അങ്ങനെ കൈ ഒടിഞ്ഞാലും വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അമ്മയ്ക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ വ്രതമൊക്കെ നോക്കുക. ദിവസേന നമുക്ക് ആ പ്രഭാത സ്നാനം മാത്രമല്ലേ പറ്റാത്തതേ ഉള്ളൂ, ദാനധർമ്മങ്ങളൊക്കെ ചെയ്യാലോ. ദാനധർമ്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നല്ല വാക്കുകളും പെടും കേട്ടോ. നല്ല വാക്കുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അതായത് സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് ആശ്വാസം വൈകിക്കൂടെ, അതും ഒരു ദാനമാണ്. സമാധാനമാണ് അവിടെ ദാനമായിട്ട് നൽകുന്നതെന്ന് മാത്രം. അപ്പം അങ്ങനെയുള്ള നല്ല കർമ്മങ്ങളൊക്കെ എല്ലാവർക്കും യഥേഷ്ടം ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ നമുക്ക് ഓരോരുത്തർക്ക് തോന്നുന്നതാണ്. അപ്പം അങ്ങനെയുള്ള പുണ്യപ്രവൃത്തികൾ ധാരാളമായിട്ട് ചെയ്യുക. അതിൻ്റെയൊക്കെ ഫലം നമുക്കും നമ്മുടെ അടുത്ത തലമുറയ്ക്കും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ നൽകുന്നതായിരിക്കും കേട്ടോ. അടുത്തത് സിന്ധു CP എന്ന് പറഞ്ഞൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. മോളെ ഒരു മറവി പറ്റി എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് തന്നെ. കാരണം വൈശാഖം തുടങ്ങി എന്നുള്ളത് മറന്നുപോയി. വൈശാഖം നോൽക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അവർ ബാംഗ്ലൂർക്ക് യാത്ര പോയി അവിടെ എത്തുന്ന സമയത്ത് 8:30 അപ്പോൾ പ്രഭാത സ്നാനമൊന്നും നടന്നില്ല. ഭക്ഷണത്തിൻ്റെ കാര്യവും തെറ്റുപറ്റിപ്പോയി. പിന്നെ ഉച്ചയ്ക്ക് വീഡിയോ കണ്ടപ്പോഴാണ് അത്രയും മനസ്സിലായത് ഇന്നലെ 18-ാം തീയതി ശനിയാഴ്ച വൈശാഖം തുടങ്ങി എന്നുള്ളത്. അപ്പോൾ അത് വിഷമായി, മറന്നുപോയില്ലോ, ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു എന്ന്. അപ്പോൾ ഇനി എന്താ ചെയ്യാം? ഇപ്പം അടുത്ത ദിവസം മുതൽ വൈശാഖം നോറ്റാൽ മതിയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിന്ധു ചേച്ചിക്ക് ഞാൻ മറുപടി അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ ലേറ്റായി പോയവരുണ്ടായിരിക്കും, ആ ദിവസം കൃത്യമായിട്ട് അറിയാതെ. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. മറവി ഒന്നും ഒരു പ്രശ്നമേ അല്ല. അതൊന്നും ഭഗവാൻ ചോദിക്കില്ല. ഭഗവാൻ എന്താ, ഒരു ദിവസം മറന്നാലും കുഴപ്പമില്ല,
അടുത്ത ദിവസം നമ്മളത് കൃത്യമായിട്ട് ചെയ്യാന്നുള്ളതാണ് പ്രധാനം. എന്നിട്ട് നമ്മളത് ഓർമ്മ വന്നിട്ടും നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ ഭഗവാൻ ചോദിച്ചു എന്ന് വരും. എന്നാലും തമാശയ്ക്കായിട്ടേ നമ്മുടെ ഭഗവാൻ ചോദിക്കുള്ളൂ, വലിയ വലിയ ശിക്ഷകളൊന്നും ഭഗവാൻ തരില്ല. അതൊന്ന് ഓർമ്മിപ്പിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും, ഓ ഭഗവാൻ എന്നെ ഓർമ്മിപ്പിച്ചതാണല്ലോ എന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെയുള്ളത് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. അപ്പം മറന്നു കഴിഞ്ഞാലും ടെൻഷൻ ആകൊന്നും വേണ്ട. മറന്നവരൊക്കെ എന്നാണ് ഓർമ്മ വന്നത് അന്ന് മുതലേ ആരംഭിക്കുക, വൈശാഖമൊക്കെ ആരംഭിക്കുക. മറവിയൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇപ്പം ആ റൂമിൽ നിന്ന് ഈ റൂമിലേക്ക് വന്നത് എന്തിനാന്ന് പോലും മറന്നു പോകുന്നവരാണ് നമ്മളെല്ലാവരും. എനിക്കുണ്ട് അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ കേട്ടോ. അപ്പം അതൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ ഇന്നലെ ഓർമ്മ വന്നു, അപ്പം ഇന്ന് മുതൽ ആരംഭിക്കുക. പ്രഭാത സ്നാനമാണെങ്കിലും നാമജപം അല്ലെങ്കിലും ചെയ്യാലോ. നാമജപമാണെങ്കിലും ദാനധർമ്മങ്ങളാണെങ്കിലും. ഇപ്പോൾ വൈശാഖത്തിലെ 30 ദിവസവും ഇപ്രാവശ്യം 29 ദിവസത്തോളം തോന്നുന്നു കേട്ടോ. ഞാനതൊന്ന് നോക്കിയിട്ട് പറയാം. അതിൽ ഒരു ദിവസം മാത്രമേ നമുക്ക് പറ്റാതിരുന്നിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ദിവസവും ചെയ്തുകൂടെ? ഒരു ദിവസം ഒരു നേരമെങ്കിലും നമുക്ക് ഭഗവാനെ ആ കൃത്യതയോട് കൂടിയിട്ട് സ്മരിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് എത്രയോ വലിയൊരു കാര്യമാണ്. 30 ദിവസം അല്ലെങ്കിൽ ഒരു മാസം നോറ്റു, കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ ഭഗവാനെ മനസ്സുകൊണ്ട് സ്മരിച്ചില്ല, അല്ലെങ്കിൽ ഭഗവാനിൽ എല്ലാം സമർപ്പിച്ചില്ല, അങ്ങനെയൊക്കെയാണെങ്കിൽ അതിന് കാര്യമുണ്ടോ? പക്ഷെ കുറച്ച് സമയമേ അല്ലെങ്കിൽ ഒരു ദിവസമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചുള്ളൂ. അത് നല്ല വൃത്തിയായിട്ട് വെടിപ്പായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനല്ലേ ഫലം കൂടാ. അപ്പം ദിവസത്തിന്റെ കാര്യങ്ങളിലൊന്നും ആരും സങ്കടപ്പെടണ്ട കേട്ടോ. ആദ്യം പറഞ്ഞ അമ്മയുടെ അടുത്തുള്ള കാര്യങ്ങൾ തന്നെയാണ് സിന്ധു ചേച്ചിയുടെ അടുത്തും പറയാനുള്ളത്. നമ്മളെ കൊണ്ട് സാധിക്കുന്നത് പോലെ തുടർന്ന് അങ്ങോട്ട് ചെയ്യാം. അടുത്തത് ശൈലജ എന്ന് പറഞ്ഞിട്ടുള്ള ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ശൈലജ ചേച്ചിയുടെ നാട്ടിലെ കുറച്ച് സ്ഥലം വിൽക്കാനായിട്ടുണ്ട്, 3 വർഷമായിട്ട് ശ്രമിക്കണു, അത് വിറ്റ് പോകാനായിട്ട് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് ചുവടെയായിട്ട് അതിനുള്ള മറുപടിയും വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഭക്ത പറഞ്ഞിട്ടുണ്ട്, അതായത് പരദേവത അല്ലെങ്കിൽ കുലദേവത, അതായത് കുടുംബക്ഷേത്രം ഉണ്ടായിരിക്കുമല്ലോ, അവിടെ പോയിട്ട് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ് കേട്ടോ. അങ്ങനെ അതിനെപ്പറ്റി അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഞാൻ മുൻപൊരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് പരദേവത അല്ലെങ്കിൽ കുലദേവത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ അമ്മമാരാണ്. അമ്മമാരുടെ അടുത്ത് ഒരു പ്രശ്നമായി ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കൊരു പരിഹാരം ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ ചെയ്തോളൂ. അവിടെ എന്താണ് വിശേഷപ്പെട്ട വഴിപാടുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ കൊടുക്കുക. വിശേഷ ദിവസങ്ങളിലൊക്കെ അവിടുത്തെ പൂജകളിലെ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കുക. അപ്പോൾ പരദേവത കുലദേവത അവരെ സന്തോഷിപ്പിക്കാം. അതൊന്നാമത്തെ കാര്യം. പിന്നെ വഴിപാടിനെ കുറിച്ച് ചോദിച്ചല്ലോ. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വഴിപാടായിരിക്കാം ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക, വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിലേ എന്ത് വഴിപാട് വേണമെങ്കിലും കൊടുക്കാം. എന്നാലും ബാണയുദ്ധം, കൃഷ്ണനാട്ടം, അതായത് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായിട്ട് കാര്യവിജയത്തിനൊക്കെ ആയിട്ടാണ് ബാണയുദ്ധം നടത്തുന്നത്. എന്ത് കാര്യമാണോ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അതിൽ വിജയിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ പഠനത്തിലാണെങ്കിലും കേസുകളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കോടതിയിൽ കേസൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വിജയിക്കാനായിട്ട്, ഈ സ്ഥലം കൈമാറ്റം അല്ലെങ്കിൽ സ്ഥലം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം നമ്മുടെ കാര്യസാധ്യമാണല്ലോ. അപ്പോൾ ഇതൊക്കെ നടക്കാനായിട്ട് ബാണയുദ്ധം കൃഷ്ണനാട്ടം വഴിപാടായിട്ട് ചെയ്യാം കേട്ടോ. അതിന് 3000 രൂപയാണ് തുക വരണത്. പിന്നെ അതുകൂടാതെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഭഗവതി ക്ഷേത്രങ്ങളിലൊക്കെ വിശേഷപ്പെട്ട വഴിപാടുകളുണ്ട് കാര്യസാധ്യത്തിനായിട്ട്. ഇപ്പോൾ പൂമൂടൽ, അങ്ങനെയുള്ള ഓരോ ക്ഷേത്രങ്ങളിലും ഓരോരോ പേരിലായിരിക്കും ചിലപ്പോൾ അത് അറിയപ്പെടുക. ചോറ്റാനിക്കരയിലൊക്കെ ഉണ്ട് കേട്ടോ. ആ പേരൊക്കെ ഞാൻ മറന്നുപോയി പെട്ടെന്ന്. ഞാൻ മുൻപൊരിക്കൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ തൊട്ടടുത്തുള്ള കുട്ടി അമ്പലങ്ങളിലും വലിയ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങളിൽ പോലും അങ്ങനെയുള്ള വഴിപാടുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ചെന്ന് അന്വേഷിക്കുക. അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രം, തട്ടകത്തമ്മയുണ്ടല്ലോ, തട്ടകത്തമ്മേനെയും പ്രസാദിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യസാധ്യ വഴിപാടുകളൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക. ഓരോരുത്തരുടെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ചാണ്. പിന്നെ ഇപ്പോൾ ഭൂമിയുടെ കാര്യം ആയതുകൊണ്ട് തന്നെ വരാഹത്തെ പ്രീതിപ്പെടുത്തുക. അതായത് വരാഹമൂർത്തിയുടെ ക്ഷേത്രങ്ങളിൽ പോകുക. അവിടെയും വിശേഷ വഴിപാടുകൾ ഉണ്ടായിരിക്കും. അതായത് ദോഷങ്ങളൊക്കെ മാറാനായിട്ട് ഭൂമിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പോൾ ഭൂമിദേവി സമേതനായിട്ടിരിക്കുന്ന വരാഹമൊക്കെ ഉണ്ട്, അപൂർവമായിട്ട് ഉണ്ടായിരിക്കുള്ളൂ വരാഹ ക്ഷേത്രങ്ങളിലൊക്കെ. അവിടെയൊക്കെ പോയി കഴിഞ്ഞിട്ട് അവിടെ വേണ്ട വഴിപാടുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള കാര്യമാണ് പറഞ്ഞത്. ബാണയുദ്ധം കൃഷ്ണാട്ടം നടത്താം. ഇനിയിപ്പോൾ എന്താണോ മനസ്സിൽ തോന്നിക്കുന്നത് ആ വഴിപാടുകളൊക്കെ ചെയ്യാട്ടോ. ഞാൻ സാധാരണ ചെയ്ത് കാണുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പ്രാർത്ഥനയ്ക്കാണ് കൂടുതൽ ഫലം ലഭിക്കുക. വഴിപാടുകൾ നമ്മൾ ചെയ്യണം, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചെയ്യണത്. നന്നായിട്ട് പ്രാർത്ഥിക്കുക ഭഗവാന്റെ അടുത്ത്. അപ്പം എന്ത് കാര്യമാണെങ്കിലും ഭഗവാൻ അത് നടത്തി തരും കേട്ടോ. അപ്പം നീണ്ടു പോകുന്നതിന് ഭഗവാൻ എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും. അപ്പം അത് ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് നടക്കാനായിട്ട് പ്രാർത്ഥിക്കുക. അത് നമുക്ക് അനുകൂലമാകണമെന്നും കൂടെ പ്രാർത്ഥിക്കാം. അത്രയും ചെയ്യാനുള്ളൂ കേട്ടോ.
അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് തന്നെ കരുതുന്നു. നമുക്ക് നാമജപത്തിലേക്ക് കിടക്കണ്ടേ? ഇന്നലെ ഇപ്പോൾ വൈശാഖം തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് നാമം ചൊല്ലിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായി നാമം ചൊല്ലിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് അധികം വലിയൊരു സംഖ്യ തന്നെയുണ്ട്. സാധാരണത്തെക്കാളും 3,69,336 നാമങ്ങളാണ് കേട്ടോ ഭഗവാന്റെ തൃപ്പാദങ്ങളിലെ നമ്മളെല്ലാവരും കൂടെ സമർപ്പിച്ചിരിക്കുന്നത്. ശരിക്കും ഇതിനേക്കാൾ കൂടുതലുണ്ട്. കമൻസ് ആയിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് നാമം ചൊല്ലിയിട്ടുണ്ട്, ഇപ്പോൾ ഈ വീഡിയോ കാണുന്നത് വരെയും ചൊല്ലി തന്നെയായിരുന്നു, പക്ഷെ എണ്ണീറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനേക്കാൾ കൂടുതലുണ്ടല്ലോ. അപ്പോൾ അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇഷ്ടമായി എനിക്ക്. ഒരു കമൻ്റായിട്ട് വന്നതാ, ഇഷ്ടമായി എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ ഒരു ചേച്ചി. അതേപോലെ തന്നെ പറയാണ്, എനിക്കും ഇഷ്ടമായി, നന്നായിട്ട് എല്ലാവരും നാമം ചൊല്ലിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ തുടർന്ന് പോകട്ടെ, കുറയാതിരിക്കട്ടെ, കൂടുതൽ നാമങ്ങൾ ഭഗവാനിൽ സമർപ്പിക്കാനായിട്ട് സാധിക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും എല്ലാ പുണ്യപ്രവൃത്തികളും ഈ ഒരു മാസം എല്ലാവർക്കും ചെയ്യാനായിട്ട് കഴിയട്ടെ. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങൾ, ഇതുപോലെ ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിനുള്ള മറുപടികൾ, അങ്ങനെയൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.